വീടിന്റെ മുറ്റത്താണ് കേട്ടോ. അപ്പം ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ ഹോം ടൂർ ചെയ്യണം, ഇന്റീരിയർ കാണണമെന്ന് ആഗ്രഹമുണ്ട്, അതുപോലെ തന്നെ വീടിന്റെ പരിസരം കാണണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ ഒത്തിരി കമന്റ്സ് ഒക്കെ നമുക്ക് വന്നായിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് ഞങ്ങളൊരു ഹോം ടൂർ പ്ലാൻ ചെയ്തത്. നമ്മുടെ വീട് ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എന്ന സ്ഥലത്താണ്. കട്ടപ്പനയിൽ എവിടെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇതിന് തൊട്ടിവിടെ ആയിട്ടാണ് നമ്മുടെ ക്ഷേത്രം. നമ്മുടെ അയ്യപ്പന്റെ അമ്പലം ഉള്ളത് ഇവിടെ തൊട്ടടുത്താണ്. അപ്പോൾ അയ്യപ്പന്റെ അമ്പലത്തിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ വീട്. അപ്പോൾ ഇവിടെ വീടിന്റെ അകത്തോട്ട് പോകുന്നതിന് മുമ്പായിട്ട് മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ മഴയൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ഈ പരിസരമൊക്കെ ഒന്ന് കണ്ടാലോ? പരിസരം അതിമനോഹരമാക്കുന്നത് അതിന്റെ ഗാർഡനിങ് തന്നെയാണല്ലോ. അപ്പം വലിയ ഗാർഡനിങ് ഒന്നും ഇവിടെ ഇല്ല. നമുക്ക് ചെറിയ പൂച്ചെടികളിനേക്കാളും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുത്താക്കുന്നത് ഈ ഫലവൃക്ഷ തൈകളൊക്കെയാണ്. അപ്പം ഇവിടെ നട്ടുവെച്ചാക്കുന്നതിന്റെ ഫുൾ ക്രെഡിറ്റ് അമ്മയ്ക്കാണ് കേട്ടോ. അമ്മ ഓരോയിടത്തും പോയി മേടിക്കുകയും പിന്നെ കഷ്ടപ്പെട്ട് നട്ടുവെക്കുകയും പിന്നെ അതിനെ നോക്കുന്നത് എല്ലാം അമ്മയാണ്. ആ പരിസരത്തോട്ടൊന്നും ഞങ്ങൾ വരാറില്ല എന്നും പറഞ്ഞാണ് എപ്പോഴും വഴക്ക് കേൾക്കുന്നത്. അപ്പൊ നമുക്കതൊക്കെ ഒന്ന് കണ്ടാലോ? മെയിൻ ആയിട്ട് ഇവിടെ മതിലയിലൊക്കെ നല്ല കാണാൻ ഭംഗിക്ക് വേണ്ടി അമ്മ കുറെ ബോഗൺവില്ലാസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു റംബൂട്ടാന്റെ തൈ കേട്ടോ. റംബൂട്ടാന്റെ ഒരു തൈ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇത്രയും ഭംഗിയാക്കാൻ വേണ്ടി ഇതുപോലെ നല്ല ചെറിയ മരത്തിന്റെ തൈകള്, അതുപോലെ തന്നെ ഇവിടെ റോസ ചെടികളും പിന്നെ ഇതുപോലത്തെ നല്ല നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാൻ വേണ്ടി ഓരോരോ ചെടികൾ വെച്ചിട്ടുണ്ട്. ഇവിടെ രസമാകാൻ വേണ്ടി ഒരു മരം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് മെയിനായിട്ട് കാണുന്ന ഇത് അരളിച്ചെടി കേട്ടോ. അരളി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് പറഞ്ഞ ഒത്തിരി പൂച്ചെടികളെക്കാളും നമ്മൾ പ്രാധാന്യം കൊടുത്താക്കുന്നത് കൂടുതലും ഫലവൃക്ഷ തൈകൾക്കാണ്. ഇതുപോലെ തന്നെ പേര വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചട്ടി ചുമ്മാ വരുന്നപ്പോൾ ഞാനൊരു ചെടി നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മേനെ കൂടുതലും ഞാനാണ് സഹായിക്കാറ്. ചേച്ചിമാരൊന്നും ഈ പരിസരത്തോട്ടേ വരത്തില്ല. പിന്നെ അതിനൊക്കെ ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഞങ്ങള്. അപ്പൊ അതുപോലെ അതുണ്ടോ, അതാണ് ഇത് അമ്മയുടെ കാന്താരി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ചാമ്പങ്ങ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു ചെത്തി വെച്ചിട്ടുണ്ട്. ഇത് ചാമ്പത്തയ്യാണ്. പിന്നെ ചെത്തിയുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് വെള്ള അരളി കേട്ടോ, വെള്ള അരളി. പിന്നെ ഇതിന്റെ പേര് എനിക്ക് പറയാൻ അറിയത്തില്ല. ഓൾമോസ്റ്റ് ഇടുക്കിക്കാരായ ആൾക്കാർക്ക് എല്ലാം അറിയാവുന്ന ഒരു ചെടിയായിരിക്കും. കാരണം ഇടുക്കിയിൽ എല്ലാവിധ വീട്ടുകളിലും പരിസരങ്ങളിലും ഉള്ള ഒരു ചെടിയാണ്. പിന്നെ ഇവിടെ കറ്റാർവാഴ വെച്ചിട്ടുണ്ട്. കുറെ കറ്റാർവാഴ വെച്ചിട്ടുണ്ട്. ഉള്ളതൊരു പുളിയമ്പേരൊക്കെയാണ് കേട്ടോ. വേറെ ജില്ലകളിൽ വേറെ പേരാണോന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഇതിനെ പുളിയമ്പേര എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അമ്മ തുളസി നട്ടു വെച്ചിട്ടുണ്ട്. തുളസി നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി തന്നെ തുളസി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബ്ലാക്ക്ബെറി ആണ് കേട്ടോ. ബ്ലാക്ക്ബെറി ഇതിങ്ങോട്ട് ഫുള്ള് പടർന്നു കിടക്കുന്നത് ഫുള്ള് ബ്ലാക്ക്ബെറി ആണ്. പിന്നെ ഇവിടെ മാതള നാരങ്ങയുടെ ഒരു തൈ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെച്ചേക്കുന്ന ഒന്നാണ് നമ്മുടെ ഓറഞ്ചിന്റെ തൈ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കണിക്കൊന്നയാണ് കേട്ടോ. എല്ലാ മലയാളികളുടെ വീട്ടിലുള്ള സാധനം കണിക്കൊന്ന വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഉള്ളത് പേര തന്നെ ഇപ്പം ഒരുപാട് പേരൊക്കെ, അത് പുളിയമ്പേരയാണെങ്കിൽ ഇത് വയലറ്റ് പേര വെച്ചിട്ടുണ്ട്. പിന്നെ വയലറ്റ് പേരയുടെ അടി തന്നെ മാലിമുളക് എന്ന് പറയും. പല പേര് ഇതിന് പറയും. നല്ല എരിവുള്ള മുളകാണ്. ഇതൊരു ഇച്ചിരി കഴിച്ചാൽ മതി, നല്ല എരിവാണ്. നമ്മളിപ്പോ ഇരിക്കുന്നത് നമ്മുടെ വീടിന്റെ സിറ്റൗട്ടിലാണ്. അപ്പം വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛയാണ് നമ്മുടെ എല്ലാ വീടുകളും പണിയുന്നതും കൊടുക്കുന്നതെല്ലാം. കാരണം നമ്മൾ അച്ഛയുടെ ബിസിനസ് തന്നെ വീട് വെച്ച് കൊടുക്കുന്ന ബിസിനസ്സാണ്.
അപ്പൊ അച്ഛൻ തന്നെയാണ് വീട് പ്ലാൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇന്റീരിയർ വർക്ക് എല്ലാം ഡിസൈൻ ചെയ്യുന്നതും എല്ലാം അച്ഛയാണ്. അച്ഛക്ക് ഒരു സ്ഥാപനമുണ്ട്, അതിഥി ബിൽഡേഴ്സ് എന്നാണ് പേര്. അപ്പം ഇത് കണ്ടോ, നമ്മുടെ സിറ്റ് ഔട്ട് നമുക്ക് ആദ്യം ഒന്ന് കാണാം. സിറ്റ് ഔട്ടിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് അച്ഛൻ ചെയ്താക്കുന്നത് തന്നെ ഒരു നെടുനീളനായിട്ടുള്ള ഒരു ചാവടിയാണ്. ഒരു 10-25 പേർക്ക് വന്ന സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ. അതുപോലെ തന്നെ നമ്മൾ ഇടുക്കിക്കാരാണല്ലോ, അപ്പൊ നല്ല തണുത്ത കാറ്റൊക്കെ ഇതിലേക്കൂടെ അടിക്കും. അപ്പൊ ഇവിടെ വന്നിരിക്കാൻ തന്നെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് കയറാനുള്ള പ്രധാന വാതിൽ. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കയറാം. അപ്പൊ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ എത്തുന്നത് ഒരു ലിവിംഗ് റൂമിലേക്കാണ്. ലിവിംഗ് റൂം ഒരുപാട് കൺജസ്റ്റഡ് ആകാത്ത രീതിയിലാണ് അച്ഛൻ ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എല്ലാം സെറ്റ് ചെയ്താക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു കോർണർ സെറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവാൻ കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ വീട്ടിലും കാണുന്ന പോലെ തന്നെ ഈ ഷോക്കേസ്, നോർമൽ ഷോക്കേസ് എന്നുള്ളതിന് ഇത്തിരി മാറ്റി നമുക്ക് ഇത്തിരി ഡെക്കറേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഷോക്കേസുകളാണ് ഇവിടെ മെയിൻ ആയിട്ട് ഭിത്തിയിലെല്ലാം വെച്ചേക്കുന്നത്. പിന്നെ അതിലിരിക്കുന്ന ഓരോ സാധനങ്ങളും നമ്മൾ പോയി സെലക്ട് ചെയ്ത് നമ്മൾ ഓരോ കടയിൽ പോയി അതനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രം എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അറിയാലോ, ഞങ്ങൾ ഡാൻസ് കളിക്കുമ്പോൾ എപ്പോഴും കാണുന്നതാണല്ലോ, ഞങ്ങൾ 3 പേരാണ്. അതിലെ 2ാമത്തെ ആളാണ് ബോട്ടിലാട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവളും ചെയ്യും കേട്ടോ, അമ്മുക്കുട്ടിയും ചെയ്യും. ഇതെല്ലാം അമ്മുക്കുട്ടി ചെയ്ത ബോട്ടിലാട്ടാ. അതുപോലെ തന്നെ വാവയും ബോട്ടിലാട്ട് ചെയ്തതാണ് അതെല്ലാം. പിന്നെ അതുപോലെ തന്നെ അവള് ബോട്ടിലാട്ട് മാത്രമല്ല വാളാട്ടും ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് വാളാട്ട്. അവളുടെ ഇനിയുള്ള റൂമിലേക്കൊക്കെ പോയി കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവൾ ഒരുപാട് വാളാട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഈ റൂമിന്റെ ലിവിംഗ് ഹാളിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിലവിളക്കാണ്. എന്നെക്കാളും നല്ല പൊക്കമുള്ള നിലവിളക്കാട്ടോ. പിന്നെ ഇവിടെ വെച്ചേക്കുന്ന നമ്മുടെ ദിവാൻ കോട്ടിന്റെ മേലിലായിട്ട് ഇവിടെ ഒരു നെറ്റിപ്പട്ടം വെച്ചിട്ടുണ്ട്. പിന്നെന്തുവാ ഇതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ആനിവേഴ്സറിക്ക് ഒരുപാട് ഇത് ഫംഗ്ഷൻ ചെയ്തായിരുന്നല്ലോ, അപ്പൊ അന്ന് ഡെക്കറേറ്റ് ചെയ്ത ഫുള്ളൊന്നും അടിച്ചു മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മള് ലിവിംഗ് ഇത്രയും കൂടി ഇത് ഭംഗി കൂട്ടാൻ വേണ്ടി ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പം എവിടെ നോക്കിക്കഴിഞ്ഞാലും പലതരത്തിലുള്ള ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അമ്മയ്ക്ക് ഈ ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഓരോ എടുത്ത് പോയി കഴിയുമ്പോൾ പുറത്തേക്കും അകത്തേക്കും എല്ലാം അമ്മ ചെടി വെക്കാറുണ്ട്. അപ്പൊ എല്ലായിടത്തും അതിൻ്റെ വിവിധ തരത്തിലുള്ള ഇൻഡോർ പ്ലാന്റ്സ് അമ്മ സെറ്റ് ചെയ്യാറുണ്ട്. മെയിനായിട്ട് കൊടുത്തേക്കുന്നത് ഒന്ന് ഡൈനിങ് റൂമിലേക്കും അതുപോലെ തന്നെ ഒന്ന് ഫാമിലി ലിവിംഗ് റൂമിലേക്കുമാണ്. ഇവിടെ ലിവിംഗ് റൂമിൽ മെയിൻ ആയിട്ട് ഞങ്ങൾ ഗസ്റ്റുകൾ വരുമ്പോൾ മാത്രമാണ് ഇവിടെ വന്നിരിക്കാറ്. അല്ലാതെ ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലത്തേക്കാണ് നമ്മളിനി പോകുന്നത്. ഞങ്ങൾ ഫാമിലി എല്ലാവരും എപ്പോഴും ടി വി കാണാനും കാര്യങ്ങൾക്കും എല്ലാം വന്നിരിക്കുന്നത് ഈ റൂമിലാണ്. ഈ റൂമിലും ഇതുപോലെ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സ്റ്റെപ്പ് മൊത്തം മുമ്പേ പറഞ്ഞ പോലെ അമ്മ കുറേ ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്.
സെറ്റ് ആണ്. ലൈക് TV തന്നെ അടുത്ത് തന്നെ അറ്റാച്ച് ചെയ്താക്കുന്ന രീതിയിലാണ് അച്ഛൻ അത് അറേഞ്ച് ചെയ്താക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് TV ഇവിടെ ഇരുന്നോണ്ട് കാണാൻ അച്ഛൻ ഇവിടെ ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒട്ടും നമ്മുടെ ഈ റൂമിന്റെ ഒട്ടും സ്പേസ് കളയാതിരിക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റെപ്സിന്റെ അടിയിൽ തന്നെ ഒരു ഷോക്കേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് മാത്രമല്ല ചേച്ചിക്കും വാവച്ചിക്കും എനിക്കൊക്കെ എല്ലാവർക്കും ഓരോ ട്രോഫി കിട്ടിയതൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കലാപരമായ കാര്യങ്ങളെല്ലാം ഇതിലൂടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഞങ്ങൾ പഠിച്ചതിന്റെയും ഞങ്ങൾക്ക് A+ കിട്ടിയതിന്റെ എല്ലാത്തിന്റെയും ട്രോഫികളെല്ലാം ഞങ്ങളിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിൽ അച്ഛൻ മെയിൻ ആയിട്ട് 3 ബെഡ്റൂംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയുള്ള ഒരു ബെഡ്റൂം, അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ആൾക്ക് വാവയ്ക്ക് വേണ്ടിയുള്ള ഒരു ബെഡ്റൂം, പിന്നെ ഒരു ഗസ്റ്റ് റൂം ആണ് കൊടുത്താക്കുന്നത്. അപ്പം ഇവിടുന്ന് നമ്മുടെ ലിവിംഗ് റൂമിൽ നിന്ന് ഡയറക്റ്റ് കൊടുത്താക്കുന്ന ബെഡ്റൂം ആണിത്. നമുക്ക് വാവയുടെ ബെഡ്റൂം കാണാം. ഇത് വാവയുടെ റൂം വാവയ്ക്ക് ഇത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്. അപ്പൊ ഞങ്ങൾ അത് ഗ്ലിറ്റർ പേപ്പർ ഇങ്ങനെ മേടിച്ച് കട്ട് ചെയ്താണ് സ്റ്റിക്ക് ചെയ്താക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവളുടെ റൂം ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ 3 പേര് പഠിക്കുകയാണ്. അപ്പം പഠിക്കാൻ വേണ്ടി അച്ഛനൊരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റൂമിനൊരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ വാവയുടെ റൂം. ഇനിയിപ്പോ താഴെ ഞാൻ പറഞ്ഞു 3 ബെഡ്റൂം ആണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ 3 ബെഡ്റൂമിൽ ഒരു ബെഡ്റൂമാണ് വാവയുടെ ബെഡ്റൂം. അതുപോലെ തന്നെ പിന്നെ അറേഞ്ച് ചെയ്തേക്കുന്നത് അച്ഛയുടെ അമ്മയുടെ റൂമുണ്ട്, അതുപോലെ തന്നെ ഒരു ഗസ്റ്റ് റൂം ഉണ്ട്. അപ്പം ആ റൂമിലേക്ക് അച്ഛൻ ഒരു എൻട്രൻസ് കൊടുത്തേക്കുന്നത് ഒരു പാസേജ് കഴിഞ്ഞിട്ടാണ് 2 റൂമിലേക്കുള്ള എൻട്രൻസ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം. അതുപോലെ തന്നെ ഇതൊരു ഗസ്റ്റ് റൂം. അപ്പൊ ഈ റൂമിൽ അച്ഛൻ മെയിൻ ആയിട്ട് ചെയ്താക്കുന്നത് കുറച്ച് ആർട്ട് വർക്കുകളാണ് ഭിത്തിയില്. അതുപോലെ തന്നെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഇതിന്റെ നമ്മുടെ മേക്കപ്പ് സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു കോർണർ ഷോക്കേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ അച്ഛൻ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഈ ബെഡ്റൂമില്. അപ്പൊ നമുക്ക് അടുത്ത റൂമിലേക്ക് പോയാലോ? ഇതാണ് അടുത്ത ബെഡ്റൂം. ഇത് ജസ്റ്റ് ഒരു ഗസ്റ്റ് റൂം ആണ് കേട്ടോ. നമ്മൾ ഗസ്റ്റ് വരുമ്പോ കിടക്കാൻ വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. ബട്ട് ഇവിടെ ഗസ്റ്റ് വരുമ്പോ അങ്ങനെ കിടത്താറൊന്നും ഇല്ല. ഇതിപ്പോ മെയിൻ ആയിട്ട് ചെയ്യുന്നത് അമ്മുക്കുട്ടിയുടെ കളിപ്പാട്ടങ്ങളൊക്കെ നമ്മൾ വെക്കാൻ വേണ്ടി ഒരു റൂം എന്ന് വിചാരിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ താഴത്തെ നിലയിലെ റൂം സെക്ഷൻ എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയ. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ലിവിംഗിൽ നിന്ന് 2 എൻട്രൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഒന്ന് ഫാമിലി ലിവിംഗിലേക്കും അതുപോലെ തന്നെ അടുത്ത എൻട്രൻസ് ഇവിടുന്ന് തന്നെയാണ് കൊടുത്താക്കുന്നത് അച്ഛാ. അപ്പൊ അടുത്തത് ഇവിടുന്ന് വരുന്നത് നമ്മുടെ ഡൈനിങ്ങിലേക്കാണ്.
കോമ്പാക്ട് ആയിട്ട് ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ അമ്മയുടെ കുറെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിനും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സഡൻ ആയിട്ടൊന്ന് ടോയ്ലറ്റ് പോകണമെങ്കിൽ എന്നുള്ള ഇതിന് അവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ക്രോക്കറി ഷെൽഫ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഓൾറെഡി ഒരു ക്രോക്കറി ഷെൽഫ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭിത്തിക്ക് ഇത്തിരി കൂടി ഭംഗി കിട്ടാൻ, ഒരു ഡൈനിങ് റൂമിന്റെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി തന്നെ നമ്മള് ഭിത്തിയിലും കുറെ ക്രോക്കറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെടികളെ മാത്രമല്ല കേട്ടോ, കുറച്ച് അക്വേറിയം ഫിഷസിനെ വളർത്തുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഡൈനിങ് റൂമിന് തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു അക്വേറിയം ഫിഷിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ കുറച്ച് വൈറ്റേഴ്സിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ് റൂമിൽ നിന്ന് ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ്. ഫ്രിഡ്ജിൽ തന്നെ അമ്മ ഒരു മണി പ്ലാന്റിന്റെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓവൻ, അതുപോലെ ഇൻഡക്ഷൻ കുക്കർ, ഇതെല്ലാം നമ്മുടെ മെയിൻ കിച്ചണിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അച്ഛൻ ഇവിടെ ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൗവ് ചെയ്തിട്ടുണ്ട്. അതിന് കൊമ്പുമായിട്ട് ഒരു ഇലക്ട്രിക് ചിമ്മിനി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലേക്കാണ്. നോർമലി എല്ലാ വീട്ടിലും കിച്ചണും വർക്ക് ഏരിയയും രണ്ടായിട്ടായിരിക്കും അല്ലെ. പക്ഷെ നമ്മുടെ ഈ വീട്ടിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വർക്ക് ഏരിയ ഒരു എൽ ഷേപ്പിൽ കിച്ചണുമായിട്ട് കണക്ട് ചെയ്തേക്കുക. അഡീഷണൽ വർക്ക് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് മഴക്കാലത്ത് തുണി വിരിച്ചിടാനും അതുപോലെ തന്നെ ഫ്രൈ കാര്യങ്ങളൊക്കെ വറക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു സെറ്റപ്പിന് വേണ്ടി ഒരു അഡീഷണൽ ചെറിയൊരു വർക്ക് ഏരിയയും കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സ്റ്റൗവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കര മണമുള്ള മീനൊക്കെ വറക്കാനൊക്കെ വേണ്ടി ഒരു സ്റ്റൗ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ എല്ലാം ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം ഇവിടെ ഇവിടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ അലക്കല്ലും അതിന്റെ കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് മീനും ചെടിയും മാത്രമല്ല കേട്ടോ, പെറ്റായിട്ട് ഒരു കിളിയും കൂടെ ഉണ്ട്. ഇതില് 2 ലവ് ബേർഡ്സ് ആണ്, 2 സെറ്റ് ഓഫ് ലവ് ബേർഡ്സ് ആണ് കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല കേറി പോകുന്നതിന്റെ ഇടയ്ക്ക് ഇവിടെ നമ്മൾ വാൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ബെഡ്റൂം ആൻഡ് ഒരു ലിവിംഗ് റൂമിലേക്കാണ്.
റൂമിലേക്കാണ്. ആ ലിവിംഗ് റൂമിൽ ഒരുപാട് സ്പേസ് ഒക്കെ പോകാതിരിക്കാൻ വേണ്ടി അച്ഛൻ അതനുസരിച്ചൊരു കോർണർ സെറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഈ സെറ്റിയില് ഇവിടെ ഒരു പാവക്കുട്ടി വെച്ചിട്ടുണ്ട്. എന്റെ ബർത്ത്ഡേക്ക് ചേച്ചിമാര് മേടിച്ചു തന്നെ കേട്ടോ. പിന്നെ നമ്മുടെ എല്ലാ ലിവിംഗ് റൂമിന്റെയും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ വാൾസിലുള്ള ഷോക്കേസ് തന്നെയാണ്. അപ്പം അതിനനുസരിച്ച് അപ്പൊ അച്ഛൻ ഷോക്കേസ് ഇത്ര കാര്യമായി ചെയ്തപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഈ റൂമിന് 2 എൻട്രൻസ് ആണ് മെയിൻ ആയിട്ട്. അടുത്തൊരു ബെഡ്റൂമിന്റെ ലിവിംഗ് റൂമിലേക്കും അതുപോലെ തന്നെ എന്റെ ബെഡ്റൂമിലേക്കും. അതുപോലെ തന്നെ ഇവിടെ എന്റെ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പേ ഒരു ചെറിയൊരു പാസേജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പാസേജിന്റെ അവിടുത്തെ വാളിൽ ഞാനൊരു സ്റ്റിക്കറൊക്കെ മേടിച്ച് ഒടിച്ചിട്ടുണ്ട് എന്റെ റൂമിന്റെ സൈഡിൽ. അപ്പൊ ഞാൻ ഇത്തിരി കളർഫുൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ഓപ്പൺ ഏരിയ, അങ്ങോട്ടൊരു ഓപ്പൺ ഏരിയക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ വീട് ഇത്രയും കൂടി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ തോന്നുവാണെങ്കിൽ ഒരു ഇതും കൂടി ചെയ്യാം എന്നുള്ളതിലേക്ക് ഒരു ഓപ്പൺ ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി എന്റെ ബെഡ്റൂം. ഇവിടുത്തെ വാളിലും നേരത്തെ വാള് പോലെ തന്നെ അവയുടെ വാളിലെ ചെയ്തതുപോലെ തന്നെ അത്രയും ചെയ്തിട്ടില്ല. ഞാനൊരു സ്റ്റിക്കർ മേടിച്ച് ഒട്ടിക്കുകയോ ചെയ്തേ. പിന്നെ അതുപോലെ തന്നെ ഒരു അച്ഛയുടെ ഒരു നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ചേച്ചി ഞാനും ഇവിടെയാണ് കിടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ റൂമിലും എല്ലാ റൂമിലും ഉള്ളതുപോലെ തന്നെ ഈ റൂമിലും ഒരു വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ എന്റെ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. നമ്മുടെ ഈ നമ്മൾ കയറി വരുന്ന ഈ ലിവിംഗ് റൂമിൽ നിന്ന് അടുത്ത് കൊടുത്താക്കുന്നത് വീണ്ടും ഒരു ലിവിംഗ് റൂമിലേക്ക് തന്നെയാണ്. അടുത്ത ബെഡ്റൂമിന്റെ ലിവിംഗ് റൂമിലേക്കാണ്. സെറ്റ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാളിലും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ പ്രയർ സെക്ഷൻ കാര്യങ്ങളെല്ലാം, നമ്മുടെ പ്രാർത്ഥന കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ചെയ്യുന്നത്. വിളക്കാത്തിക്കുന്നതെല്ലാം ഇവിടെയാണ്. ഇനി ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഒരു ബെഡ്റൂമാണ്. ഇതിന്റെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ രണ്ട് ലിവിംഗ് റൂം ഉണ്ടെങ്കിൽ 2 ലിവിംഗ് റൂമിലും അതിന്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമും ഉണ്ട്. അപ്പം ഇതിന്റെ ബെഡ്റൂം എന്ന് പറയുന്നത് ഈ റൂമിലേക്കാണ്. ഇതൊരു ഗസ്റ്റ് റൂം ആയിട്ടാണ് നമ്മൾ ചെയ്താക്കുന്നത്. ഗസ്റ്റ് എല്ലാം വരുമ്പോൾ ഇവിടെയാണ് കിടക്കുന്നത്. പിന്നെ അതിന് അറ്റാച്ച്ഡ് ബാത്റൂം അല്ല, ഒരു കോമൺ ആയിട്ടുള്ള നമ്മുടെ ലിവിംഗിൽ നിന്ന് തന്നെ കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടുന്ന് തന്നെ തൊട്ടടുത്ത് ഒരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. നമ്മുടെ തുണികളൊക്കെ വിരിക്കാനും ഒക്കെ ആയിട്ട്, തുണി വിരിക്കാനും ഒക്കെ ആയിട്ടും പിന്നെ നമ്മുടെ കുറച്ച് അച്ചയുടെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ വെക്കാൻ വേണ്ടി ഒരു ഓപ്പൺ ടെറസും ഉണ്ട്. ഇനി നമ്മുടെ ഈ ലിവിംഗിൽ നിന്ന് തന്നെയാണ് നമുക്ക് ബാൽക്കണി കൊടുത്തേക്കുന്നത്. ഇവിടെ നല്ല മഴയാണ്, അതിന്റെ ഒരു സൗണ്ട് കാണും.
എല്ലാം മൂടി കെട്ടി നിൽക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ട് അന്വർത്ഥമാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, ഇവിടുത്തെ മഞ്ഞാണ് മഞ്ഞെന്നുള്ള രീതിയിൽ. ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ വീടും പരിസരവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ.